ഹായ് ഓൾ. തലപതി വിജയുടെ ഫാൻസ് എല്ലാം വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ. പക്ഷെ ഈ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് സോങ് വന്നപ്പോഴാണെങ്കിലും ഗ്ലിംസ് വന്നപ്പോഴാണെങ്കിലും പോസ്റ്റേഴ്സ് വന്നപ്പോഴാണെങ്കിലും ഒക്കെ ഒരുപാട് ഈ പറഞ്ഞ പോലെ ട്രോൾസ് ഏറ്റുവാങ്ങാനാണ് ഈ ഒരു സിനിമയുടെ വിധി എന്ന് തോന്നുന്നു. കാരണം അത്രയധികം എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ട സിനിമ ഏതാന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഈ ഒരു സിനിമയായിരിക്കും. ഈ സിനിമ ഇറങ്ങിയിട്ടില്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരുപാട് ട്രോൾസ് കിട്ടുന്നുണ്ട്. ഇതിലെ വിജയുടെ ലുക്കാണ് ഏറ്റവും അധികം ട്രോള് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. സിനിമ ഒരുപക്ഷെ നല്ലതായിരിക്കാം, അങ്ങനെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ലുക്ക് വൈസ് ഒരുപാട് ഈ പറഞ്ഞ പോലെ ട്രോള് മേടിക്കുന്നുണ്ട്. ഒരിക്കലും അദ്ദേഹത്തിനെ ബോഡി ഷെയിം ചെയ്യാൻ പാടില്ല. ആ ഒരു ലെവലിലുള്ള കളിയാക്കളികൾ ഒരിക്കലും അനുവദിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അങ്ങനെ ഇരിക്കുകയും ആ ഒരു കഥാപാത്രം വെച്ചിട്ടാണ് ആ ഒരു ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു ഡി ഏജിങ് ചെയ്യുമ്പം അത് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറയുന്ന പോലെ അത്രയും ഒരു ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിട്ട് തന്നെ ഇത് തോന്നുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ഒരു വിമർശനം ഈ ഒരു ലുക്ക് നേരിടുന്നത്, അല്ലെങ്കിൽ ഗോട്ട് അത്രയധികം വിമർശിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഈ ഒരു ലുക്കിന്റെ പേരിൽ ഈ കാര്യങ്ങൾ പരിഗണിക്കവെയാണ് എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. കാരണം ഒട്ടും അങ്ങോട്ട് നന്നായിട്ട് തോന്നിയില്ല ഒരു ഡി ഏജിങ് പ്രോസസ്സ്. അത് നാച്ചുറൽ ആക്കാമായിരുന്നു. നാച്ചുറൽ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്രയും കളിയാക്കൽ കിട്ടത്തില്ല. ഇപ്പൊ പലരും അമൽ ഡേവീസ്, നമ്മുടെ പ്രേമലൂലെ അമൽ ഡേവീസിനെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രോൾസ് വരുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു മുഖ്യ കാരണം എന്ന് പറയുന്നത് ഇത് ഇത്രയും കൃത്രിമമായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് വിജയ് തന്നെയാണോ അതോ അമൽ ഡേവീസ് ആണോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഒരുപാട് കോമന്റ്സ് പലയിടത്ത് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. ഞാൻ അത്രയും ഒന്നും ലെവലിൽ അങ്ങനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ തൃപ്തിയൊന്നും തോന്നുന്നില്ല അത് കണ്ടപ്പോൾ എന്നുള്ളതാണ്. അത് നാച്ചുറലായിട്ട് വിജയ് വെയിറ്റ് ഒക്കെ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് എഫേർട്ട് ഇട്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. വിമർശനങ്ങൾക്ക് പകരം അദ്ദേഹത്തിന് ഒരുപാട് അഭിനന്ദനങ്ങൾ കിട്ടിയേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓൾസോ ഇപ്പോൾ സൂര്യയൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ വാർണായിരം ആണെങ്കിലും സൂര്യ പൊട്ടന് വേണ്ടിയിട്ട് എത്രയോ കിലോ അദ്ദേഹം കുറച്ച് വളരെ നാച്ചുറൽ ആയിട്ടൊരു യങ് ആയിട്ട് തന്നെ അല്ലേ ചെയ്തിട്ടുണ്ട്. സൂര്യ വാർണായിരം ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് 30+ ഏജ് ഉണ്ട്, അന്നും പ്രായമുണ്ട്. എന്നിട്ടും അത്രയും എഫേർട്ട് എടുത്തിട്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം സൂര്യ ആയിക്കോട്ടെ, വിക്രം എത്രയോ സിനിമകൾക്ക്, ഐക്യ അടക്കം എത്രയോ സിനിമകൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എത്രയോ പടം ഇപ്പോൾ പുതിയ വരുന്ന തങ്കാലന് വേണ്ടി പോലും അദ്ദേഹം ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് വേണ്ടിയിട്ട് വിക്രം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് പല കഥാപാത്രങ്ങൾക്ക്. സൂര്യയും വിക്രവും എടുത്തു പറയണം അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ള ആൾക്കാരെ. പക്ഷേ അത്രയും ഒരു എഫേർട്ട് ബാക്കി എത്ര ആളുകൾ എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, ഉണ്ടായിരിക്കാം. പക്ഷേ വിജയ്ക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി പേഴ്സണലി. ഏജ് കുറയ്ക്കണമെങ്കിൽ ഈ ടെക്നോളജിയുടെ സഹായമില്ലാതെ തന്നെ അദ്ദേഹത്തിന് കഷ്ടപ്പെട്ട് അത് കുറച്ചെടുത്ത് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അഭിനന്ദനങ്ങൾ കിട്ടിയേനെ. ഇത്രയും വിമർശനം കിട്ടത്തുമില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഗോഡിനെ പറ്റി പറയുവാണെങ്കിൽ വെങ്കട് പ്രഭുവിന്റെ പടമായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നല്ലതാകാനും ഒരുപക്ഷെ മോശമാകാനും ചാൻസ് ഉണ്ട്. ഒരു പപ്പാതി ചാൻസ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം വെങ്കട് പ്രഭു തന്നെയാണ് മങ്കാത്ത എടുത്തത്, അതേ വെങ്കട് പ്രഭു തന്നെയാണ് മാസ് എടുത്തത്, ബിരിയാണി എടുത്തത്. അതേ വെങ്കട് പ്രഭുവിൻ്റെ കഴിഞ്ഞ 2 പടങ്ങൾ പരാജയമായിരുന്നു. അതേ വെങ്കട് പ്രഭുവിൻ്റെ 2 പടങ്ങൾക്ക് മുമ്പുള്ള സിനിമ വലിയ ഹിറ്റായിരുന്നു. ശിംബുവിനെ വെച്ച് ചെയ്ത മാനാട് എന്ന് പറഞ്ഞ സിനിമ. അപ്പം അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുവാണെങ്കിൽ ഹിറ്റ്സും ഫ്ലോപ്സും ഇങ്ങനെ ഒരേ നിരയിൽ നിർത്താവുന്ന ലെവലിലുള്ളൊരു കരിയർ ഗ്രാഫാണ് പലപ്പോഴും വെങ്കട് പ്രഭുവിൻ്റെ തോന്നിയിട്ടുള്ളത്. ചിലപ്പോൾ ഒന്നെങ്കിൽ ഒരു വലിയ ഹിറ്റാകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയൊരു പരാജയമാകാനും ചാൻസ് ഉണ്ട്. ഗോട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സിനിമ നല്ലതാകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. പക്ഷെ വലിയ പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല. ഇത് കണ്ടിട്ട് തോന്നുന്ന കേട്ടോ, എൻ്റെ ഒരു അസെപ്ഷനാണ്. ചിലപ്പോൾ ശരിയാകാം, തെറ്റാകാം. സിനിമ നല്ലതാകട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കത്തുള്ളൂ. അപ്പം നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഓടട്ടെ. യുവാൻ ശങ്കർ രാജയാണ് ഈ മ്യൂസിക്. അദ്ദേഹത്തിൻ്റെ പഴയ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഈ പാട്ടൊന്നും കേട്ടിട്ട്, ഇപ്പോൾ ഈ ഇറങ്ങിയ പാട്ട് കേട്ടിട്ട് എനിക്ക് വലിയ ഗുമ്മൊന്നും തോന്നിയില്ല. പണ്ട് ഒത്തിരി നല്ല പാട്ടുകൾ ചെയ്തതാണ്. പക്ഷെ ഒരു സമയത്തിന് ശേഷം യുവാനൊക്കെ ഹിറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിൽ പുറകോട്ട് പോയിട്ടില്ലേ. കാരണം അനിരുദ്ധ് യുഗമൊക്കെ തുടങ്ങിയതിന് ശേഷം യുവാനൊക്കെ പ്രസക്തി കുറഞ്ഞായിട്ടും സിനിമകൾ കുറഞ്ഞായിട്ടുമാണ് പൊതുവേ തോന്നിയിട്ടുള്ളത്. അതിനുശേഷം ഈ സന്തോഷ് നാരായണൻ ആയിക്കോട്ടെ, GV പ്രകാശ്, അനിരുദ്ധ്, ഇങ്ങനെ 2-3 പേരാണ് മാറി മാറി കൂടുതൽ മാസ് മസാല സിനിമകളെല്ലാം ചെയ്യുന്നതും. അല്ലെ അവരുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഹിറ്റുകളായിട്ട് വരുന്നതും. എല്ലാം BGM ആയിക്കോട്ടെ എല്ലാം. യുവാൻ്റെ ഹിറ്റ് നിരകൾ നോക്കുവാണെങ്കിൽ അതും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയത്തില്ല, യുവാൻ ശങ്കർ രാജയ്ക്കും വലിയൊരു തിരിച്ചുവരവാകട്ടെ ഗോട്ട് എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഓവറോൾ നോക്കുവാണെങ്കിൽ പിന്നെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള പടമായതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഗുണമൊക്കെ കാണുമായിരിക്കും പടത്തിന്. അറിയില്ല, ഒട്ടവർ നോക്കാം. അപ്പോൾ ഗോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ പ്രതീക്ഷ എന്താണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അതിനോടൊപ്പം തന്നെ വിജയുടെ ഈ പടത്തിലെ ഇപ്പം വന്നേക്കുന്ന ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അതിനോടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുമ്പോൾ മാന്യമായിട്ടുള്ള കമൻറ്റുകൾ മാത്രമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.